ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇന്ന് ഓണം സെലിബ്രേഷൻ ആണ് കേട്ടോ കോളേജിൽ. അപ്പോൾ ദാ ഞങ്ങൾ അതിന് വേണ്ടി രാവിലെ റെഡി ആയതാണ്. അത്ര രാവിലെ ഒന്നും അല്ല, റെഡിയായി വന്നപ്പോഴത്തേക്കും ഒരു 10 മണി ആ ടൈമൊക്കെ ആയിട്ടോ. അപ്പോൾ ദാ കോളേജൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പൂവൊക്കെ വെച്ചിട്ട്. രണ്ട് ഓണപ്പൂക്കളമൊക്കെ കോളേജുകാരെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ശരിക്കും. ഒന്നകത്ത് നമ്മളിപ്പോൾ കണ്ടത്, പിന്നെ അതായത് പുറത്തിട്ടോ അവിടെ വെൽക്കം എന്നൊക്കെ എഴുതി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെൽക്കം തന്നെയാണോ എഴുതിയിരിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല, പെട്ടെന്ന് വായിച്ചപ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. ഇനി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടെ വരാനുണ്ട് കേട്ടോ, അവളൊന്നും റെഡിയായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ വ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഒരാളിതാ തല കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ പഠിക്കുന്നതാണ് കേട്ടോ, നന്ദിത. പിന്നെന്താ, ഞങ്ങൾ ഇവിടെ വെയിലത്തിപ്പോൾ നിൽക്കുന്നത് ഒരു ക്ലാസ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫൈനൽ ഫോട്ടോ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോയെന്ന് അറിയത്തില്ല. നല്ല വെയിലാണ് കേട്ടോ, നല്ല വെയിലായിട്ടുണ്ട്. പ്രോഗ്രാം ഫസ്റ്റത്തെ പ്രോഗ്രാം മാവേലിയുടെ എൻട്രി ആണ്. അതിന് വേണ്ടിയിട്ട് മാവേലിക്കിട്ട് എറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പൂവൊക്കെ തന്ന് രണ്ട് വശത്തായിട്ട് നിർത്തിയിട്ടുണ്ട്. മാവേലിയുടെ വേഷം കിട്ടുന്നത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന റീബിൻ എന്ന് പറഞ്ഞ ചെക്കനാണ്. അപ്പോൾ അവൻ്റെ കോലത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിങ്ങനെ വെയിലത്ത് നിന്നപ്പോഴാണ് നമ്മുടെ ഓണത്തിൻ്റെ പേര് അനൗൺസ് ചെയ്യുകയെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ക്യാമറയൊക്കെ പിടിച്ച് എല്ലാവരും അങ്ങോട്ട് മേളിയിട്ട് കോളേജിൻ്റെ ഏറ്റവും മുകളിലിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം നോക്കി കഴിഞ്ഞപ്പോഴാണ് പേര് ഇത് ചെയ്തത് കേട്ടോ, റിവീൽ ചെയ്തത്. പേര് ഒന്നിച്ചോണം അങ്ങനെയായിരുന്നു. അങ്ങനെ പേരൊക്കെ കണ്ടു. ബട്ട് പോസ്റ്റർ ചെറുതായി പോയി എന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടോ. പക്ഷേ ശരിക്കും കാണാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് സൂമാക്കിയാലും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സൂമാക്കിയാൽ ബ്ലറായി പോകില്ല ക്യാമറ. എൻ്റെ ക്യാമറയ്ക്ക് അത്രയും ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് സൂമാക്കാനൊന്നും ഇല്ലെന്ന് ഞാൻ സൂമാക്കിയിട്ടില്ല. എന്നാലും നമ്മളിതാ കുറേ നേരമായിട്ട് കാത്തിരുന്ന മാവേലിയുടെ എൻട്രി ആണ് കേട്ടോ. ഇനി ഇത്രയും ശരിക്കും മാവേലിനെ കാത്തിരിക്കാൻ കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റേവിനാണ് ഇങ്ങനെ ഇത് മാവേലിയായിട്ട് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുകൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി അവൻ ആ കോലത്തിൽ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതാണ്. പിന്നെന്താ, ഞാൻ പൂവൊക്കെ ഇട്ടു കേട്ടോ. ശരിക്കും ഈ നമ്മൾ സിനിമയിലെ കാണത്തില്ലേ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പൂവ് ഇടുന്നത്, എനിക്ക് അതാ ശരിക്കും ഓർമ്മ വന്നേ. പിന്നെ ചേച്ചിമാരാണെങ്കിൽ രണ്ട് വശത്തും ഇങ്ങനെ മാവേലിയുടെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ താലം പോലെ ഇങ്ങനെ കത്തിച്ചിങ്ങനെ ദീപമൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എന്താ, എല്ലാ മലയാളീസും അങ്ങനെ ഓരോ ഓണം വൈബ് ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരുന്നത്. സാരി ആയാലും ബോയ്സും ഉണ്ട്. പിന്നെ ഇവിടെയുള്ള കന്നഡികാസ് അവരവരുടെ തന്നെ സാധാ ഡ്രസ്സാണ് കേട്ടോ ഇട്ടത്. അവർക്കിങ്ങനെ ഓണം നമ്മുടെ അത്ര ഇതൊന്നും ഇല്ലല്ലോ, നമ്മുടെ അത്രയും നല്ല ഒട്ടും തന്നെ ഇല്ല. ഇവിടെ മലയാളീസ് കൂടുതലായതുകൊണ്ടാണ് ഓണം സെലിബ്രേറ്റെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ അതും ഉണ്ടാവത്തില്ല. ഇവിടെ ഇവർക്ക് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ എന്താ പറയുക ദസറയൊക്കെയാണ് ഭയങ്കര ഇമ്പോർട്ടൻസ്. ഇപ്പം നമുക്കതത്ര കേരളത്തിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ ഇമ്പോർട്ടൻസ് വന്ന ഓണത്തിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ സാധാ ഡ്രസ്സ് ഇട്ട് ബാക്കി എല്ലാവരും സെറ്റായിട്ടോ വന്നത്. മുല്ലപ്പൂവൊക്കെ വെച്ച്, എനിക്ക് മുല്ലപ്പൂ വയ്ക്കുന്ന ഇഷ്ടമായിരുന്നു, ഞാൻ മുല്ലപ്പൂ വെച്ചില്ല കേട്ടോ. എനിക്കെന്തോ ഇഷ്ടമല്ല, എൻ്റെ മണം ഇഷ്ടമാണ്, പക്ഷേ അത് തലയിൽ വയ്ക്കുന്ന അത്ര താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മുല്ലപ്പൂ വെച്ചില്ല കേട്ടോ. ബാക്കി എല്ലാവരും മുല്ലപ്പൂ വെച്ച് മൊത്തത്തിൽ സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ എന്താ, കുറേ നേരം അവിടെ കിടന്ന് ഡാൻസൊക്കെ കളിച്ചു, ചേട്ടന്മാരൊക്കെ അടിച്ച് പൊളിച്ചു കേട്ടോ. ഓണത്തിൻ്റെ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് തിരുവാതിരയാണ് കേട്ടോ. ഞങ്ങളുടെ ക്ലാസ്സുകാരാണ് അവതരിപ്പിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ തിരുവാതിര തുടങ്ങിയ സമയത്ത് പേടിച്ച് പോയിട്ടോ. വെച്ചാൽ പെട്ടെന്ന് മഴ വന്നു, ചെറിയ ചാറ്റൽ മഴയായിരുന്നു കേട്ടോ. പക്ഷെ അത് പെട്ടെന്ന് പോയി. വെച്ചാൽ ഓണമെങ്ങാനും കൊള്ളാമെന്ന് ഓർത്തിട്ട് നല്ല പേടിയുണ്ടായിരുന്നു, പെട്ടെന്ന് പോയി. പിന്നെ ഞങ്ങളുടെ ക്ലാസ്സുകാരുടെ പാട്ടായിരുന്നു ഗ്രൂപ്പ് സോങ്. പിന്നെ ചേച്ചിമാരുടെ ഡാൻസ് തുടങ്ങിയിട്ട് എനിക്ക് ഡാൻസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി അവർ സാരി കൊടുത്ത് കളിക്കുമ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഡിസ്കംഫർട്ടുള്ള ഒരാളാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാരി ഊരിപ്പോകുമെന്നൊക്കെയുള്ള ടെൻഷൻ കൊണ്ടാണ് കേട്ടോ ഒരിതെന്ന് പറഞ്ഞാൽ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, എന്താ ഒരിത് തോന്നും, എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അവരിങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഡാൻസ് കളിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കത് വലിയ കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചേച്ചിമാരെല്ലാവരും നന്നായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട് കേട്ടോ. കൊറിയോഗ്രാഫി ആണെങ്കിലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. കൂളായിട്ട് ഡാൻസ് കണ്ട് വീഡിയോ എടുത്തിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമോ. ഓണസദ്യക്ക് 300 കൊടുത്താണ്. അപ്പോൾ ഓണസദ്യ എനിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ, പൈസ മുതലാക്കാണല്ലോ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ബസ് ബുക്ക് ചെയ്തതൊരു 3:30-4 മണിക്കാണ് ബസ്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴെങ്കിലും ഇറങ്ങാൻ, 3:30 ആകുമ്പോഴെങ്കിലും ഇറങ്ങിയാലേ ബസ് സ്റ്റാൻഡിലോട്ട് 20 മിനിറ്റ് ട്രാവൽ ഉണ്ട്, അപ്പോൾ ടൈമിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീനിയേഴ്സ് സമ്മതിക്കുമോ ടീച്ചേഴ്സ് സമ്മതിക്കുമോ
പറ്റുമോ, ടീച്ചേഴ്സിന് ലീവ് അവസാന നിമിഷം ഇല്ല എന്ന് പറയുമോ, അങ്ങനെ എല്ലാം ഭയങ്കര ടെൻഷൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഡാൻസൊക്കെ മഴയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടുകൊണ്ടൊക്കെ ഇരുന്നത്. പക്ഷേ ഭയങ്കര ടെൻഷൻ. അത് എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൂടെയുള്ള കുറേ പേര് ആ സമയത്ത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഓണമല്ലേ, അപ്പോൾ നമ്മൾ ഇതും എൻജോയ് ചെയ്യണം, അതും എൻജോയ് ചെയ്യണം. പിന്നെ വടംവലി ആയിരുന്നു. വടംവലി ഇനി ഫസ്റ്റ് ടൈമാണ് വടംവലി കാണുന്നത്. എന്ന് വെച്ചാൽ ടി വിയിൽ ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഫോണിലൊക്കെ. പക്ഷേ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് വടംവലി. പക്ഷേ ശരിക്കും വടം വലിക്കുന്ന വടം ഇങ്ങനത്തെ അല്ല, വേറൊരു കയറാണെന്നാണ് എല്ലാവരും പറയുന്നത്, എനിക്കറിയത്തില്ല. വടംവലിയിൽ ഫസ്റ്റ് ജയിച്ചത് ഞങ്ങളുടെ ക്ലാസ്സുകാരാണ് കേട്ടോ. സീനിയേഴ്സും അവരും കൂടെ വലിച്ചിട്ട് അവരാണ് കേട്ടോ ജയിച്ചത്, ബോയ്സ്. ഭയങ്കര സന്തോഷമായി, അതിൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ എല്ലാ സെമ്മുകാരാണോ ശരിക്കും ഫസ്റ്റ് എവിടെ ആരൊക്കെയോ തമ്മിൽ വടംവലി ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ കുറേ അങ്ങനെ കുറേ ടൈം പോയി. അന്നേരം ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, ദൈവം ഇത് വടം വലിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് എന്നിട്ട് വിടുമെന്ന് ഓർത്തിട്ട്. ദൈവം ഫുൾ ടെൻഷനായിരുന്നു. ഓണം ശരിക്കും ആസ്വദിക്കാനേ പറ്റില്ല, സെലിബ്രേറ്റ് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മനസ്സിൽ ടെൻഷനാണ്. ഇങ്ങനെ വാച്ച് കെട്ടിയിട്ടില്ലായിരുന്നു, കാരണം ആ ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം വാച്ച് ചേരില്ല എന്ന് പറഞ്ഞ് വാച്ച് കെട്ടിയില്ല. ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഫോൺ കുത്തിയിടാൻ മറന്നുപോയി. രാവിലെ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ചാർജ് തീരുമോ, വ്ളോഗ് മൊത്തം എടുക്കാൻ പറ്റുമോ, ബസ് കയറുമോ, ട്രാവൽ ചെയ്യാൻ പോകുമോ. അപ്പോൾ പിന്നെ അതിൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ ഫോണില്ലാതെ നമുക്ക് വീട്ടിൽ വിളിച്ചിട്ട് ഇങ്ങനെ അപ്ഡേഷൻസ് പറയാൻ പറ്റില്ല. അമ്മേ ഞാനിവിടെ എത്തി, ഇപ്പോൾ വരും, ഈ ബസ് കിട്ടിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരും ടെൻഷൻ അടിക്കും, ഫോണുകൾ സ്വിച്ച് ഓഫ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ മൊത്തത്തിൽ ടെൻഷനായിരുന്നു. അതിനിടയിൽ കുറേ നേരമൊക്കെ ഡാൻസും പാട്ടും അതൊക്കെ ആയിട്ട് ടെൻഷൻസ് കുറേ നേരം മറന്നു പോയിട്ടോ. പിന്നെ കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മൊത്തം ഞാൻ പറഞ്ഞില്ല, ടെൻഷൻ ആയതുകൊണ്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് അപ്പം തന്നെ ഓണസദ്യ തന്നു കേട്ടോ. അവർ നല്ല സീനിയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഓണസദ്യ തന്നു. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാനുണ്ടെന്ന് അവർ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി അങ്ങനെ തന്നു. മൊത്തം ഞാൻ എല്ലാ കറിയൊന്നും വിളമ്പാനുള്ള സാവകാശം കൊടുത്തില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ചു തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ പെട്ടെന്ന് പോകണമല്ലോ, അപ്പോൾ അതിൻ്റെ ടെൻഷനില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ചു തുടങ്ങി. അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 300 രൂപയ്ക്ക് കൊടുത്താണ്. നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഓടി പോകാനും പറ്റത്തില്ല. 300 രൂപ സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ കാര്യമില്ല, കഴിച്ചിട്ടേ ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ ഗൈസ്, ബൈ.